ഹലോ, ഇപ്രാവശ്യം നമുക്ക് ജിമെയിലിനെ കുറിച്ച് പറയാം. ജിമെയിൽ എന്നാൽ ഗൂഗിളിൻ്റെ ഇലക്ട്രോണിക് മെയിൽ സർവീസാണ്. ജി മീൻസ് ഗൂഗിൾ, ഓക്കെ. ജിമെയിൽ മീൻസ് ഗൂഗിൾ മെയിൽ. നമുക്ക് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അത് ഇമെയിൽ അയക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പറയാം. ഫസ്റ്റ് ഗൂഗിൾ ക്രോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന മെനു എന്ന് പറയുന്നത് നമ്മളുടെ ഗൂഗിൾ വിൻഡോ ആയിരിക്കും. ഇതിൽ ഇപ്പോൾ ഈ വിൻഡോ വന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിലേക്ക് സെറ്റിങ്സിൽ പോയിട്ട് കുറച്ചൊന്ന് അടിയിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ സെർച്ച് എഞ്ചിൻ യൂസ്ഡ് ഇൻ ദ അഡ്രസ് ബാർ എന്ന് പറയുന്ന അത് ഗൂഗിൾ ആണോന്ന് ഉറപ്പ് വരുത്തുക. ഗൂഗിൾ അല്ല, ചിലപ്പോൾ വേറെ ബിങ് അല്ലെങ്കിൽ യാഹു അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് മാർക്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് ബാക്കിലേക്ക് വരാം. അപ്പോൾ ഗൂഗിൾ ഇവിടെ വരും. ആദ്യമായിട്ട് നമ്മൾ ഈ വിൻഡോയിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ജിമെയിൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ഒന്നുമില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ റൈറ്റിൽ ഒന്നുകൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്നത് കാണാം. അതിൽ ജിമെയിൽ രണ്ടും എടുത്താലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെ പോവാം. ഓക്കെ, സോ നമ്മൾ ജിമെയിൽ എടുക്കുന്നു. ജിമെയിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യമായിട്ട് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് സൈൻ ഇൻ ചെയ്യാനായിട്ടാണ്. അതിൽ നമ്മളുടെ ID ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. ഫോർ മൈസെൽഫ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നെയിം, ഞാനിപ്പോൾ ഒരു ഇമെയിൽ ID ഉണ്ടാക്കുകയാണ്. യൂസർ നെയിം @gmail.com. ആദ്യം ഫസ്റ്റ് നെയിം, രണ്ടാമത് ലാസ്റ്റ് നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ദെൻ യൂസർ നെയിമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ID ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഋത്വിക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. അതുകൊണ്ട് ഞാൻ ഋത്വിക് @gmail.com കൊടുക്കുന്നു. ചില ഇമെയിൽ IDs ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള നെയിമുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല, ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിരിക്കും. സോ വേറെ നെയിം കൊടുക്കാൻ നോക്കുക മാക്സിമം. ദെൻ പാസ്വേഡ് അടിക്കാൻ പറയും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് അടിക്കുക. അടിയിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് 8 or more characters with a mix of letters, numbers and symbols. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ പാസ്വേഡ് ഉണ്ടാക്കാം. ഒന്ന് ഒരു ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ സ്മോൾ ലെറ്റർ, പിന്നെ നമ്പേഴ്സ് സെലക്ട് ചെയ്യാം, സിമ്പിൾസ് സെലക്ട് ചെയ്യാം. സിമ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ, പിന്നെ സെമികോളൻ, അങ്ങനെയുള്ള സിമ്പിൾസ്. സോ ഞാനൊരു പാസ്വേഡ് ഉണ്ടാക്കുന്നു. 8 ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ വേണം, 8 അല്ലെങ്കിൽ കൺഫേം എന്ന കോളത്തിൽ വീണ്ടും ആ പാസ്വേഡ് അടിക്കുക. ഞാനൊരു പാസ്വേഡ് അവിടെ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋത്വിക് എന്ന് പറയുന്ന ഈ ID ഓൾറെഡി ടേക്കൺ എന്നാണ് കാണിക്കുന്നത്. സോ എന്താ ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്പർ അടിക്കുക, 1 എന്നടിച്ച് നോക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി. അതിനർത്ഥം ആ ഋത്വിക് 1 എന്ന് പറയുന്ന ഒരു ഇമെയിൽ ID ഓൾറെഡി ഇല്ല. ഋത്വിക് ഓൾറെഡി ഉണ്ട്, ഋത്വിക് 1 ഇല്ല. സോ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി. നെക്സ്റ്റ് അടിക്കാൻ പറയുന്നത് ഫോൺ നമ്പറാണ്. ഈ ഒരു നമ്പർ അടിച്ചു കൊടുക്കുക. ദെൻ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളുടെ അക്കൗണ്ട് ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ ആ പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ളൊരു ഇമെയിൽ ID ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID അയക്കുകയാണെങ്കിൽ, ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, ഇത് നന്നായിരിക്കും. അല്ലെങ്കിൽ റിക്കവറി ഓപ്ഷന് വേറെ ഓപ്ഷനുണ്ട്, ഫോൺ നമ്പർ വെച്ചിട്ട് റിക്കവർ ചെയ്യാം, കുഴപ്പമില്ല. റിക്കവറി ഇമെയിൽ അഡ്രസ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷണൽ എന്നാണ് പറയുന്നത്. സോ അത് വിടണമെങ്കിൽ വിടാം. അപ്പോൾ ഞാനിവിടെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് അടിക്കുന്നുണ്ട്. ബർത്ത്ഡേ സെലക്ട് ചെയ്യാം. ബർത്ത്ഡേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ജനുവരി, ജെൻഡർ ഫീമെയിൽ ആണ്. ദെൻ നെക്സ്റ്റ്. ഇനി വരുന്നത് വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് പറയുന്ന
ഒരു ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് അവർ അയക്കും. 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡാണ്. അത് സെൻഡ് ക്ലിക്ക് ചെയ്താൽ ആ കോഡ് നമ്മളുടെ ഫോണിലേക്ക് വരും. സോ ആ കോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ വന്നു. ദെൻ വെരിഫൈ ക്ലിക്ക് ചെയ്യാം, യെസ് കൊടുക്കാം, യെസ് ഐ മീൻ. പ്രൈവസി ടൈംസ് ആണ് വരുന്നത്, എഗ്രി കൊടുക്കുക. കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, എഗ്രി. ഇപ്പോൾ വരുന്ന വിൻഡോ ആണ് ഒരു ഇമെയിൽ വിൻഡോ. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു മെയിൽ വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഗൂഗിൾ കമ്മ്യൂണിറ്റിയുടെ ഒരു മെയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വെൽക്കം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇമെയിൽ അയയ്ക്കുക എന്ന് നോക്കാം. ലെഫ്റ്റിലായിട്ട് കമ്പോസ് എന്ന് പറയുന്ന ഒരു പ്ലസിൻ്റെ ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ന്യൂ വിൻഡോ റൈറ്റ് സൈഡിൽ ഇവിടെ ഓപ്പൺ ആവും. ന്യൂ മെസ്സേജസ് എന്ന് കാണാം. ഇതിൽ 2 എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ അയക്കേണ്ട ആളുടെ അഡ്രസ്സ് കൊടുക്കേണ്ടത്. നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഓൾറെഡി ഉണ്ട് ഇവിടെ. സോ അയക്കേണ്ട ആളുടെ അഡ്രസ്സ് കൊടുക്കുക. @gmail.com. ഇതിൽ gmail.com മാത്രമല്ല നമുക്ക് അയക്കാൻ പറ്റുക. വേറെ പല, ഇപ്പോൾ ഗൂഗിളിൻ്റെ മെയിലല്ലാത്ത വേറെ ഇമെയിൽ സർവീസസ് ഉണ്ട്. യാഹു ഉണ്ട്, ഔട്ട്ലുക്ക് ഉണ്ട്. അവരുടെയൊക്കെ ഐ ഡി വേണമെങ്കിലും നമുക്ക് അടിക്കാം, കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് ആണ് സബ്ജക്റ്റ്. ഒരു മെയിലിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കും, നമ്മൾ അയക്കുന്ന മെയിലിന്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അതിനൊരു സബ്ജക്റ്റ് കൊടുക്കുക എന്നുള്ളത്. നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ സ്കൂളായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സ്കൂളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ സബ്ജക്റ്റ്. സോ ഇതിൽ ഒരു ഗ്രീറ്റിങ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ ഇടുന്നു. നെക്സ്റ്റ് ഇതാണ് മെസ്സേജ് ബോഡി എന്ന് പറയുന്നത്. ബോഡിയിൽ നമുക്ക് എന്തും എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഹായ്, ഗ്രീറ്റിംഗ്സ് ഫ്രം ഋതു, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്. ഇത്രയാണ് എൻ്റെ മെസ്സേജ്. ഞാനത് അയക്കുന്നത് ritwikdineshv@gmail.com എന്ന് പറയുന്ന ഒരു അഡ്രസ്സിനാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും അടിയിലായിട്ട് സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ സെൻഡ് ചെയ്തു ഇമെയിൽ. ഈ സെൻഡ് ചെയ്ത ഇമെയിൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് കിട്ടും. അതാണ് സെൻഡ് ഐറ്റംസ് എന്ന് പറയുന്ന ഇവിടെ കാണുന്ന ഒരു ബട്ടൺ. ക്ലിക്ക് ചെയ്യാം. സോ ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട് ഋത്വിക് ദിനേശൻ, ടു ഋത്വിക് ദിനേശൻ. നമ്മളൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ഹായ്, ഗ്രീറ്റിംഗ്സ് ഫ്രം ഋതു, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്. നമ്മൾ അയച്ച എല്ലാ മെയിലും കിടക്കുന്നത് സെൻഡ് മെയിലിലാണ്. നമുക്ക് വരുന്ന എല്ലാ മെയിലും വരുന്നത് ഇൻബോക്സിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ വരുന്ന സ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു ഇത് കാണാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട മെയിലുകൾ നമുക്ക് സ്റ്റാർ ചെയ്തിടാം. ഓക്കെ, സോ എനിക്ക് ആകെ വന്ന മെയിൽ എന്ന് വെച്ചാൽ ഈ മെയിലാണ്, ഗൂഗിൾ കമ്മ്യൂണിറ്റിയുടെ മെയിലാണ്. ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ സ്റ്റാർ വരും. യെല്ലോ സ്റ്റാർ വന്നാൽ ഈ മെനുവിൽ നമുക്ക് ആ മെയിൽ കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെയിലുകൾ വരുന്നുണ്ടാവും നമുക്ക്. ആ മെയിലിൽ പ്രധാനപ്പെട്ട മെയിലുകൾ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള മെയിലുകളാണ് നമ്മൾ സ്റ്റാർ ചെയ്തിടുന്നത്. പിന്നെ ഉള്ളത് സ്നൂസ്ഡ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ഇൻബോക്സിൽ വരുന്ന മെയിലുകളെ താൽക്കാലികമായിട്ട് ഇൻബോക്സിൽ നിന്ന് മാറ്റാനുള്ള ഒരു ഉപാധിയാണ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയിൽ ക്ലിക്ക് ചെയ്യുക, മെയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. സോ ലേറ്റർ ടുഡേ, ഇന്ന് 6 മണി വരെ സ്നൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ഇൻബോക്സിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ടുമോറോ, ലേറ്റർ ദിസ് വീക്ക്,
ദിസ് വീക്കെൻഡ്, നെക്സ്റ്റ് വീക്ക്. ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റർ ടുഡേ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. അപ്പോൾ അത് എൻ്റെ ഇൻബോക്സിൽ നിന്ന് പോയിട്ട് സ്നൂസ്ഡ് എന്ന് പറയുന്ന ഈ ടാബിൽ വന്ന് എടുക്കും. സോ 6 മണി കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഈ മെയിൽ എൻ്റെ ഇൻബോക്സിലേക്ക് തിരിച്ചെത്തും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്നൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺസ്നൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇൻബോക്സിലെത്തും. ഓക്കെ, നെക്സ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോൾ ഒരു മെയിൽ കമ്പോസ് ചെയ്യുകയാണ്. ക്ലാസ് ഇവിടെ വരെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എനിക്കൊരു അത്യാവശ്യം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്ന് വയ്ക്കുക. ഇത് ഞാൻ എന്ത് ചെയ്യും, ഇത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് ഞാൻ എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇനി തിരിച്ചു വരുമ്പോൾ എനിക്ക് അത് ക്ലോസ് ചെയ്തില്ലേ, നോർമലി ഒരു സംഭവം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നാണ്. പക്ഷേ ഗൂഗിളിൽ ഇമെയിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലേക്ക് പോവും. സോ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ആ മെയിൽ നമ്മളെവിടെ പോയാലും എത്ര നേരം കഴിഞ്ഞ് വന്നാലും അത് ഇവിടെ കിടക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടം വരെയാണോ നിർത്തിയത്, ക്ലാസ്സസ് വിൽ ബി എന്ന് പറയുന്ന അതുവരെയാണ് നിർത്തിയത്, അതുവരെയുള്ള കാര്യം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നൊരു ടാബുണ്ട്. ഇവിടേക്ക് നമുക്ക് മെയിലുകളെ കൊണ്ടുവരാം. ചാറ്റ്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് ഉണ്ട്. ഷെഡ്യൂൾഡ് മെസ്സേജസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം മെസ്സേജ് അയക്കേണ്ടത്. ദെൻ ഓൾ മെയിൽ ഉണ്ട്, എല്ലാ മെയിലും ഒരുമിച്ച് കിട്ടുന്നത്. സ്പാം എന്ന് പറയുന്ന ഫോൾഡർ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ അതുപോലെ എപ്പോഴെപ്പോഴും മെയിൽ അയക്കുന്ന ആൾക്കാർ അവരെ സ്പാം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഗൂഗിൾ. ആ സ്പാം ലിസ്റ്റിലുള്ള ആൾക്കാരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഇവിടെയാണ് കിടക്കുക. ചിലപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ചില അക്കൗണ്ടിൽ നിന്നൊക്കെ അയക്കുമ്പോൾ ഡയറക്റ്റ്ലി സ്പാമിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇൻബോക്സിൽ കണ്ടില്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് തപ്പേണ്ടത് സ്പാം എന്ന് പറഞ്ഞ ഈ ഫോൾഡറിലാണ്. പിന്നെ ട്രാഷ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇമെയിൽ വന്നത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അത് പോകുന്നത് ട്രാഷ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലായിരിക്കും. നമ്മളുടെ റീസൈക്കിൾ ബിൻ പോലെ അവിടെ ആയിരിക്കും ആദ്യം കിടക്കുക. പിന്നെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ്ലി പോവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാറ്റഗറീസ് എന്ന് പറയുന്നത് പല ഇമെയിലുകൾ അയക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. സോഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ, അപ്ഡേറ്റ്സ്, ഫോറം എന്ന് പറഞ്ഞിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് കിടക്കും. ഞാനിനി എൻ്റെ മെയിൽ കാണിച്ചു തരാം, അതിൽ കൂടുതലായിട്ട് കാണാം. ഇതാണ് എൻ്റെ മെയിൽ. സോ ഇതിൽ ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു ലേബൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഷാജു എന്ന് പറഞ്ഞൊരു സാറ് എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂൾ എന്ന് പറയുന്നൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാൻ വയ്ക്കുക. അത് ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. ഈ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. എന്നിട്ട് മുകളിലായിട്ട് ലേബൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്കൂൾ എന്നിട്ടു, ദെൻ ക്രിയേറ്റ് കൊടുക്കും. സോ ലെഫ്റ്റ് ക്ലിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്കൂൾ എന്ന് പറയുന്ന ഒരു ലേബൽ പുതിയത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ലേബലൈസ് ചെയ്ത ആ ഒരു മെയിൽ മാത്രം അതിനുള്ളിൽ കിട്ടും. സോ ഇതുപോലെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം മെയിലിനെ. സ്കൂൾ, ഫാമിലി എന്ന് പറഞ്ഞ ഒരു ലേബൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് അയക്കുന്ന മെയിലുകളെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തി അതിലിടാം. അതുപോലെ പലതരത്തിൽ നമുക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ലേബലാണ് അതിന് വേണ്ടത്. ക്രിയേറ്റ് ന്യൂ ലേബൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാമിലി എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാക്കാം, ക്രിയേറ്റ് ചെയ്യാം. സോ സ്കൂൾ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ലേബൽ കാണാം. ഈ ലേബൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലേബലിലുള്ള മെയിലുകൾ മാത്രം കാണാം. അത് നമ്മൾ ചെയ്യണം. മെയിൽ വന്നിട്ടുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഋത്വിക് എന്ന് പറയുന്ന ഇമെയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ലേബൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫാമിലി എന്ന് പറയുന്ന ഇത് ഒന്ന് ടിക്ക് ചെയ്യുക. ദെൻ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ, ഫാമിലി എന്ന് പറയുന്ന ഒരു ലേബൽ ഇവിടെ വന്നിട്ടുണ്ട് ഇമെയിലിൻ്റെ കൂടെ. ഈ ലേബലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു കളർ കൊടുക്കാം പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട്. ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഈ ലേബലിന് നമുക്ക് ഒരു കളർ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഫാമിലി എന്ന് പറയുന്ന ഇതിൽ റൈറ്റ് ആയിട്ട് 3 കുത്തുകൾ കാണാം. അതിൻ്റെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലേബൽ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ റെഡ് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളറ് അതിനെ വരും. അതുപോലെ തന്നെ ഞാൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു ലേബലിൽ ക്ലിക്ക് ചെയ്തിട്ട് ലേബൽ കളറ് ഗ്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്കൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന മെയിലുകൾക്ക് എല്ലാത്തിനും ഞാൻ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് ആ കളറ് കറക്റ്റായിട്ട് ഇവിടെ വരും ആ ലേബലിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ഭയങ്കര സുഖമാണ്. അതാണ് ഈ ലേബലിൻ്റെ പ്രത്യേകത. നമ്മൾ മെയിലിൽ കയറി ഒരു മെയിൽ അയച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇവിടെ വരാം. അക്കൗണ്ട് എന്ന് പറയും, ഗൂഗിൾ അക്കൗണ്ട്. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ എവിടെ പോകുന്നോ, എവിടെയെല്ലാം നമ്മൾ ഈ ഇമെയിൽ ആക്സസ് ചെയ്യുന്നോ അവിടെയൊക്കെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഔട്ടും ചെയ്യണം. എന്നാലേ അക്കൗണ്ട് സെക്യൂർ ആവുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ അത് യൂസ് ചെയ്യും, അത് സൈൻ ഔട്ട് ആവില്ല. സോ ഇത് എപ്പോഴും മറക്കാതെ ചെയ്യാം. ഇനി സൈൻ ഇൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ ഋത്വിക് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തു. ദെൻ ഇതിൽ പാസ്വേഡ് അടിക്കുക. നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിമെയിലിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇമെയിൽ ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അത് പിന്നൊരു തവണ. ഓക്കെ, ബൈ.